ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഹെയറിൻ്റെ കാര്യത്തിൽ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ട ട്രീറ്റ്മെൻറ്റുകളായ PRPയെ പറ്റിയും GFCയെ പറ്റിയിട്ടാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരാറുണ്ട്. 10 പ്രാവശ്യം PRP ചെയ്തു, അല്ലെങ്കിൽ 8 പ്രാവശ്യം GFC ചെയ്തു എന്നൊക്കെ. ഈ GFCയെ പറ്റിയും PRPയെ പറ്റിയും ചില സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ചില ഉള്ളുകളികളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഇർഷാദ് അലി, കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ്, എയ്സ്ട്രാ സ്കിൻ, പെരിന്തൽമണ്ണ. എന്താണ് ഈ PRP അല്ലെങ്കിൽ എന്താണ് GFC? PRP എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയും. നമ്മുടെ ബ്ലഡിൽ 3 ടൈപ്പ് സെല്ലുകളാണുള്ളത്: റെഡ് ബ്ലഡ് സെൽ, വൈറ്റ് ബ്ലഡ് സെൽ, പ്ലേറ്റ്ലെറ്റ് എന്നുള്ളത്. ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അകത്ത് ഒരുപാട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടേഴ്സ്, ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആൻഡ് വാസ്കുലർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടേഴ്സ്, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്നിവയൊക്കെ. ഈ ഗ്രോത്ത് ഫാക്ടേഴ്സിന് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും, നമ്മുടെ ഹെയറിനും ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. ഇനി GFC എന്താണ്? GFC എന്ന് പറഞ്ഞാൽ ഒരുതരം PRP തന്നെയാണ്. GFC എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്ന് പറയും. നേരത്തെ പറഞ്ഞല്ലോ PRP എന്നുള്ളത്. PRP നമ്മൾ പ്ലേറ്റ്ലെറ്റിനെ പ്രിപ്പയർ ചെയ്തിട്ട് സ്കാൽപ്പിൽ ഇഞ്ചെക്റ്റ് ചെയ്യും. ആ സ്കാൽപ്പിൽ പോയിട്ട് വേണം PRPയിൽ നിന്ന് ഗ്രോത്ത് ഫാക്ടേഴ്സ് ലിബറേറ്റ് ചെയ്യാൻ. അത് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. എന്നാൽ GFC എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മൾ പുറത്തുനിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ സ്കാൽപ്പിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ GFCക്ക് PRPയേക്കാളും കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിനർത്ഥം PRP മോശമാണെന്നല്ല. GFCക്ക് കുറച്ചുകൂടി PRPയേക്കാളും കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ചില ആളുകൾക്ക് ഒരുപാട് തവണ PRPയും GFCയും ചെയ്തിട്ട് എന്തുകൊണ്ട് മാറ്റം വരുന്നില്ല എന്നതാണ്. ഒരിക്കലും ഒരു ഡെർമറ്റോളജി ക്ലിനിക്കിൽ നിന്നോ ഡെർമറ്റോളജിസ്റ്റോ നിങ്ങളോട് 10ഓ 15ഓ PRPയോ GFCയോ ചെയ്യാൻ പറയില്ല. ഇതൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ടർഫ് ഗ്രൗണ്ടുകൾ ട്രെൻഡായിരുന്നു. ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നതോ കുഴിമന്തി ഷോപ്പുകളും അതേപോലെ തന്നെ ടീയും സ്നാക്സൊക്കെ ഉള്ള ഷോപ്പുകളാണ്. അതേപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റൊന്നാണ് എസ്തെറ്റിക് ക്ലിനിക്ക്, ഹെയർ ക്ലിനിക്ക് എന്നൊക്കെ ഉള്ളത്. നമ്മുടെ നാട്ടിൽ മുക്കിലും മൂലയിലും കൂണ് മുളച്ച് പൊന്തുന്ന പോലെ യാതൊരു ലക്കും ലഗാനും ഇല്ലാതെ, പ്രത്യേകിച്ച് നിയമവ്യവസ്ഥകളൊന്നുമില്ലാതെ ഒരുപാട് ഇത്തരം ക്ലിനിക്കുകൾ വരുന്നുണ്ട്. ഇത്തരം എസ്തെറ്റിക് സെൻ്ററുകളിലുള്ളത് സ്വയം പ്രഖ്യാപിച്ച് ട്രൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നവരും അതേപോലെ തന്നെ സ്കിന്നിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്തുള്ള ആളുകളുമാണ് ഈ 10ഉം 15ഉം PRPയും GFCയൊക്കെ നിർദ്ദേശിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിലൂടെ PRPയുടെയും GFCയുടെയും മഹത്വം കുറച്ച് കാണുകയല്ല. PRPയും GFCയും ഹെയറിന് വേണ്ടിയിട്ട് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹെയറുകൾ റിവൈവ് ചെയ്യാനും റീവൈറ്റലൈസ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഒരു ഹെൽത്തി മൈക്രോ എൻവറോൺമെൻറ്റ് സൃഷ്ടിക്കാനും ഇത്തരം ട്രീറ്റ്മെൻറ്റ് പറ്റും. അതുകൊണ്ട് തന്നെ ഹെയർ ഫാൾ കുറയാനും ഹെയറൊക്കെ തിക്കായിട്ടും ഹെൽത്തി ആയിട്ട് വളരുവാനും PRPക്കും GFCക്കും കഴിയും. പക്ഷേ എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് റിസൾട്ട് കിട്ടാത്തതെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു PRP അല്ലെങ്കിൽ GFC സക്സസ്ഫുൾ ആവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശരിയാവേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റൈറ്റ് ഡയഗ്നോസ് എന്നുള്ളത്. മുടികൊഴിച്ചിലായിട്ട് വരുന്ന ആളുകൾ പല കാരണം കൊണ്ട് മുടികൊഴിച്ചിലായിട്ട് വരും. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ് ലൈക്ക് SLE, അതേപോലെ ഹോർമോണൽ ഡിസീസസ് ലൈക്ക് തൈറോയ്ഡ്, അതേപോലെ മറ്റൊന്നാണ് അലോപീഷ്യ എറിയാറ്റ, നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നൊക്കെ പറയും. വേറെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ആൻഡ്രോജനിക് അലോപീഷ്യ, അതായത് മെയിൽ പാറ്റേൺ ബാൾനെസ്, പുരുഷന്മാരിൽ കാണുന്ന കഷണ്ടി, ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. ഇതിൽ ഏത് കാരണം കൊണ്ടാണ് അയാൾക്ക് മുടി കൊഴിച്ചിലുണ്ടായതെന്ന് ഒരു ഡെർമറ്റോളജിസ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിക്കേണ്ടത്. മറ്റൊന്നാണ് റൈറ്റ് പേഷ്യൻറ്റ് സെലക്ഷൻ എന്നുള്ളത്. ഇത്തരം ഡയഗ്നോസായിട്ട് വരുന്ന പേഷ്യൻറ്റിന് എല്ലാവർക്കും PRP അനുയോജ്യമായിരിക്കില്ല. ചിലതിൽ മാത്രമേ PRP ചെയ്താൽ സക്സസ്ഫുൾ ആവുകയുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് ഏത് രോഗികളും ഇത്ര എസ്തെറ്റിക് സെൻ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ രോഗികൾക്കും PRP ഒരു പാക്കേജൊക്കെ ആയിട്ട് കൊടുക്കുന്നതാണ്. അതായത് 8 എണ്ണം ചെയ്താൽ 2 എണ്ണം ഫ്രീ, അല്ലെങ്കിൽ 5 എണ്ണം ചെയ്താൽ 1 ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഡയഗ്നോസ് അല്ല അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ PRP എന്ന പ്രോഡക്റ്റ് സെല്ല് ചെയ്ത് പോവുക എന്നുള്ളതിലാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. തേർഡ് വണ്ണാണ് റൈറ്റ് PRP പ്രിപ്പറേഷൻ എന്നുള്ളത്. PRPയുടെ പ്രിപ്പറേഷൻ വളരെ നല്ലതാണെങ്കിൽ മാത്രമേ റിസൾട്ടും വളരെ നന്നാവുകയുള്ളൂ. PRPയിൽ തന്നെ സിംഗിൾ സ്പിന്നായിട്ട് ചെയ്യാം, ഡബിൾ സ്പിന്നായിട്ട് ചെയ്യാം. എന്നാൽ ഇതിലൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എന്താണ് PRP എന്ന് പോലും അറിയാത്തവരാണ് ഇന്ന് PRP ചെയ്യുന്നത്. ഇതും PRPയുടെ പരാജയത്തിലേക്ക് നയിക്കുന്നതാണ്. നാലാമത്താണ് റൈറ്റ് ഇൻ്റർവെൽ കൊടുക്കുക എന്നുള്ളത്. അതായത് ഒരു PRPൻ്റെയും അടുത്ത PRPൻ്റെയും ഇടയിൽ വ്യക്തമായ ഇൻ്റർവെൽ കൊടുക്കുക എന്നുള്ളത്.
ഇത്തരം ഇൻ്റർവെൽ കൊടുത്തു കഴിഞ്ഞാലേ ഒരു PRPക്ക് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ കുറച്ച് ഇൻഫ്ലമേഷൻ ഉണ്ടായിരിക്കും. ആ ഇൻഫ്ലമേഷൻ സെറ്റിലാവാൻ ഇത്ര ഡെഫിനിറ്റ് പീരീഡ് വേണ്ടതുണ്ട്. ആ പീരീഡ് കൊടുക്കാതെ അടുത്ത PRP ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കാൽപ്പിൽ കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ഒരു പക്ഷേ ചിലപ്പോൾ മുടിക്കൊഴിച്ചിൽ അത് കാരണം കൊണ്ട് തന്നെ കൂടിയതായിട്ടും കണ്ടേക്കാം. അവസാനത്തതാണ് നമ്മൾ റൈറ്റ് കോമ്പിനേഷൻ ട്രീറ്റ്മെൻറ്റ് കൂടെ കൊടുക്കുക എന്നുള്ളത്. ഇത്തരം കോമ്പിനേഷൻ ട്രീറ്റ്മെൻറ്റുകൾ സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായിരിക്കണം നിർബന്ധമാണ്. സ്കിന്നിൽ തന്നെ നമുക്ക് ഒരുപാട് പെപ്റ്റൈഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ലൈക്ക് ബൈക്കാപ്പിൽ, പ്രൊക്കാപ്പിൽ, അനാഗെയിൻ, റിഡൻസിൽ. ഇത്തരം പെപ്റ്റൈഡ്സും അതേപോലെ തന്നെ ബ്ലഡ് ഫ്ലോ കൂട്ടാൻ സഹായിക്കുന്ന മിനോക്സിലും ഇതിൻ്റെ കൂടെ സയൻറ്റിഫിക്കായിട്ട് അംഗീകരിക്കപ്പെട്ടതും ഇതിൻ്റെ കൂടെ നമുക്ക് PRPയുടെ കൂടെ തന്നെ റിസൾട്ടിന് വേണ്ടി കൊടുക്കാവുന്നതുമാണ്. ഈ PRP അല്ലെങ്കിൽ GFC എല്ലാവർക്കും ചെയ്യപ്പെടേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് അല്ല. നമുക്ക് മെയിൽ പാറ്റേൺ ബാൾനെസ്, അതായത് പുരുഷന്മാരിലെ കഷണ്ടി തന്നെ എടുത്തു നോക്കാം. ഏർലി സ്റ്റേജ് ഓഫ് ബാൾനെസ്, അതായത് ഒരു കഷണ്ടിയുടെ തുടക്കത്തിൽ കുറച്ച് ചെറിയ ഹെയർസ് ഉണ്ടാകുമ്പോൾ മാത്രമേ PRP അവർക്ക് സൂട്ടബിൾ ആവുകയുള്ളൂ. എന്നാൽ നേരെ മറിച്ചോ, ഒരുപാട് കാലങ്ങളായിട്ട് കഷണ്ടിയുള്ള ഒരാൾ, അയാളെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ പാടെ നശിച്ചിട്ടുണ്ട്. ഇത്തരം ആളുകളിൽ PRP ഒരിക്കലും സൂട്ടബിൾ ആവില്ല. അവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നതുമല്ല. കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ഒരു പറമ്പിൽ ഒരു കൃഷി ചെയ്യുന്ന ആൾ, അയാൾ പാകത്തിന് വളം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു സീസണിൽ 1-2 പ്രാവശ്യം വളം ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പ്രോഡക്ട്സ് കൂടുതൽ കിട്ടും. എന്നാൽ അയാൾ ഒരുപാട് വളങ്ങൾ ഇടയ്ക്കിടയ്ക്ക്, അതായത് ഒന്ന് ചെയ്തു, പിന്നെ അടുത്ത മാസം ഒന്ന് ചെയ്തു, അടുത്ത മാസം വേറൊന്ന് ചെയ്തു, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് വിപരീത ഫലമായിരിക്കും കിട്ടുക. അതായത് ആ മരമൊക്കെ ചിലപ്പോൾ ചീഞ്ഞു പോകാനും അഴുകി കേടുവരാനും സാധ്യതയുണ്ട്. ഈ ഒരു റൂൾ തന്നെയാണ് ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റിലും PRPയുടെ കാര്യത്തിലുള്ളത്. ഒരു ഓപ്റ്റിമം നമ്പർ വളരെ നല്ലതാണ്, പക്ഷേ എണ്ണം കൂടിയത് കൊണ്ടോ റിസൾട്ട് കൂടുകയുമില്ല. ഇവിടെ പാലിക്കപ്പെടേണ്ട ഒരു റൂളാണ് മോർ നമ്പർ നോട്ട് ഈസിക്കൽ ടു ഗുഡ് റിസൾട്ട്. അതായത് അധികമുള്ളത് അധികം റിസൾട്ട് കിട്ടില്ല. പ്രായമുള്ളവർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അധികമായാൽ അമൃതം വിഷം എന്നുള്ളത്. നിങ്ങൾ ഒരു ഹെയർ ലോസുമായിട്ട് ഒരു ഡോക്ടറെ എടുത്തോ, ഇനി വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എത്തിപ്പെട്ടത് ഒരു എസ്തെറ്റിക് സെൻ്ററിലാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങളോട് PRPയോ GFCയോ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡോക്ടറോടോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആരാണോ ഇല്ലതെന്ന് വെച്ചാൽ അവരോട് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് അവർ തന്ന ഡയഗ്നോസ് എന്താണ്, അതൊന്ന് റിട്ടേൺ ആയിട്ട് എഴുതി തരാമോ എന്ന് ചോദിക്കാം. രണ്ടാമത്തത്, നിങ്ങൾ അവരോട് ചോദിക്കണം, ഇത്തരം ഹെയർ ലോസിന് PRPയോ GFCയോ സയൻറ്റിഫിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ട്രീറ്റ്മെൻ്റ് ആണോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ PRPയുടെ റിസൾട്ട് ഇല്ല എന്നുള്ള പരാതി പരിഹരിക്കാൻ കഴിയുന്നതാണ്. ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ, ബൈ.